സങ്കടകരമായ ഒരു വാർത്ത കർണാടകത്തിലെ അങ്കോളയിൽ നിന്ന് വരികയാണ്. അങ്കോളയിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു മണ്ണിടിച്ചിൽ ഒരു ഡ്രൈവർ അകപ്പെട്ടു പോയി എന്ന രീതിയിൽ സൂചന ലഭിക്കുന്നു. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഡ്രൈവർ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ മണ്ണിനടിയിൽപ്പെട്ടത്. ഇതിൽ GPS ഉണ്ട്. GPS പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ലോറി മണ്ണിനടിയിൽ കിടക്കുന്നു എന്നാണ്. അർജുൻ എന്ന് പറയുന്ന ഡ്രൈവറെയാണ് ഇപ്പോൾ കാണാനില്ല എന്ന് ബന്ധുക്കൾ രക്ഷാപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 3 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ അപകടത്തെക്കുറിച്ച് വാർത്തകൾ പുറത്തു വരുന്നത് തന്നെ ഈ ബന്ധുക്കൾ ആളുകളെ അറിയിക്കുമ്പോഴാണ്. കർണാടകത്തിലെ ഫസ്റ്റ് ന്യൂസ് പോലെയുള്ള ചില വാർത്താ ചാനലുകൾ ഈ വാർത്ത വിശദമായി പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ പോലും കേരള ഗവൺമെൻറ്റിനെ അറിയിക്കാനോ അല്ലെങ്കിൽ കേരളത്തിലെ ഗതാഗത വകുപ്പിനെ അറിയിക്കാനോ ആളുകൾ ശ്രമിച്ചിട്ടില്ല. KB ഗണേഷ് കുമാർ അല്പം മുമ്പ് നമ്മോട് സംസാരിക്കുമ്പോൾ അതാണ് പറഞ്ഞത്. ഈ വാർത്താ ചാനലുകൾ നൽകുന്ന വിവരം മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ. അദ്ദേഹം ഉടൻ തന്നെ കർണാടകത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ നമ്മുടെ കോഴിക്കോട് നിന്നുള്ള MP-യും ഈ കാര്യം നമ്മളെ അറിയിക്കുന്നുണ്ട്. അർജുൻ ഓടിച്ച ലോറി ഈ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു പോയി എന്നാണ് സൂചന. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചു എന്ന വാർത്ത ഓൾറെഡി വന്നിരുന്നു. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഈ പ്രദേശത്ത് ഇപ്പോഴും നല്ല തെരച്ചിൽ തുടരുന്നു. ആ പ്രദേശത്തെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കോഴിക്കോട് നിന്ന് നമ്മുടെ ഒരു സുഹൃത്താണ് ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നത്. ഈ മണ്ണിടിച്ചിലുണ്ടായി അതിൽ വെങ്ങേരി സ്വദേശിയായിട്ടുള്ള അർജുൻ എന്നാണ് അറിയുന്നത്. മറ്റു സൂചനയുള്ളത് ഈ അർജുൻ കക്കോടി സ്വദേശിയാണെന്നാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ കോഴിക്കോട് ബ്യൂറോ ഇവരുടെ വീടുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ മാത്രമാണ് ഈ വാർത്താ ചാനലുകൾ ഇത് പുറത്തുവിട്ടതോടെയാണ് ഈ അർജുനെ കാണാനില്ലെന്നും ഈ അർജുൻ ഓടിച്ചിരുന്ന ലോറി മണ്ണിടിച്ചിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നും വാർത്ത പുറത്തു വന്നത്. അത് തന്നെ ഈ ബന്ധുക്കൾ ഈ സുരക്ഷാ ഏജൻസികളെയും രക്ഷാപ്രവർത്തകരെയും വിവരം അറിയിച്ചപ്പോൾ മാത്രമാണ് ഈ വാർത്ത വന്നത്. സാധാരണ പോലീസ് സംവിധാനവും സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻ്റലിജൻസ് സംവിധാനവും 2 സംസ്ഥാനങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്ത് എന്തെങ്കിലും ഉണ്ടായാൽ മറ്റു സംസ്ഥാനത്തിലേക്ക് ഈ വിവരം കൈമാറേണ്ടത് പോലീസ് ഏജൻസികളുടെ ധാർമ്മിക ഉത്തരവാദിത്വവും ജോലിയുമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പം മുമ്പ് ഗതാഗത വകുപ്പ് മന്ത്രി 24-മായി സംസാരിക്കുമ്പോൾ KB ഗണേഷ് കുമാറും പറഞ്ഞത് ഇക്കാര്യം തന്നെയാണ്. വാർത്താ ചാനലുകൾ നൽകുന്ന വിവരം മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ എന്നാണ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ബാംഗ്ലൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, കർണാടകത്തിലെ TV ചാനലുകളിലൊക്കെ തന്നെ ഈ അർജുൻ്റെ ഓടിച്ച വണ്ടി മണ്ണിടിച്ചിലിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് സൂചന നൽകുന്ന വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടാതെ പോയി എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്നു. 3 ദിവസമായി ഈ ലോറിയും അർജുനും ഈ GPS നൽകുന്ന വിവരത്തെ വിശ്വസിക്കാമെങ്കിൽ ഈ മണ്ണിനടിയിൽ തന്നെ കിടക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതായി, അങ്കോളയിൽ നടക്കുന്നതായി സൂചനയുണ്ടോ? ഇപ്പോൾ ശരിക്കും ജിതിൻ KS എന്ന ഈ അർജുൻ്റെ ഒരു ബന്ധു നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ജിതിൻ, ഇദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ നിങ്ങൾക്ക്? ഞാൻ അർജുന്റെ സഹോദരിന്റെ ഭർത്താവാണ്. ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അർജുന്റെ ഫോൺ ഇപ്പൊ ഫുൾ ടൈം റിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഒരു 2 മിനിറ്റ് മുന്നേ. അതായത് വണ്ടിയുടെ ഉള്ളിൽ ഇപ്പോഴും അവൻ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഇപ്പൊ അവിടെ റെസ്ക്യൂ നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കാരണം മണ്ണെന്തോ നീക്കിയപ്പോ ചിലപ്പം ഇനി റേഞ്ച് വന്നിട്ട് ഫോൺ റിങ് ചെയ്യാനും ചാൻസ്. ജിതിൻ, എത്ര ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അർജുൻ? നിങ്ങളുടെ യഥാർത്ഥ സ്ഥലം എവിടെയാണ് ശരിക്കും? കക്കോടിയാണ്? ശിരൂർ അല്ല, അതെ, കക്കോടി, കക്കോടിയാണ്. കക്കോടിയിലാണ് അർജുന്റെ വീട് അല്ലേ ശരിക്കും? കണ്ണാടിക്കൽ അല്ലേ? അപ്പോൾ ഈ ശരിക്കും ഈ അപകടം നടന്ന സ്ഥലം എനിക്ക് തോന്നുന്നത് കർണാടകത്തിലെ ഷിരൂറിലാണ് അല്ലേ? ഷിരൂറിൽ, അതെ. എത്ര ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അർജുൻ വണ്ടിയുമായിട്ട് പോയത്? അവൻ തിങ്കളാഴ്ച മുതലേ നമുക്കിത് മിസ്സിംഗ് ആണ്. കാരണം അന്നാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. അല്ല, മറ്റാരെങ്കിലും നിങ്ങളോട് ഇതിനു മുമ്പ് ബന്ധപ്പെട്ടിരുന്നോ? ഇന്നലെ മെനിഞ്ഞാന്നും കാണാം. അതെ, നമ്മൾ ഇവിടെ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കാരണം അവൻ ഉപയോഗിക്കുന്നത് ഭാരത് ബെൻസിന്റെ വണ്ടിയാണ്. അപ്പൊ അതിൽ GPS ട്രാക്ക് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അപ്പൊ GPS ട്രാക്ക് ചെയ്തപ്പം എക്സാക്ട് ഈ മണ്ണിന്റെ അടിയിലാണ് കിടക്കുന്നത്. അത് ശരി. ഈ ലോറി ഉടമയുടെ വീട് എവിടെയാണ്? അവര് പന്തിരങ്കാവ്. ലോറി ഉടമ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അല്ല, അദ്ദേഹം കൂടുതൽ വിശദമായി അന്വേഷിക്കാൻ കഴിഞ്ഞോ? ഇവിടെ അന്വേഷിക്കാന്ന് വെച്ചാൽ ഭാരത് ബെൻസുമായിട്ട് നമ്മൾ ആ ലൊക്കേഷൻ തന്നെയാണ് കാണിക്കുന്നത്. ജിതിൻ, താങ്കൾ ടെലിഫോൺ ലൈനിൽ തന്നെ നിൽക്കണം. ഇപ്പോൾ അർജുൻ്റെ ഭാര്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്.
കൃഷ്ണപ്രിയയാണ് നമുക്കൊപ്പം ചെയ്യുന്നത്. കൃഷ്ണപ്രിയ, സങ്കടകരമായ ഒരു വാർത്തയാണ് രാവിലെ വന്നത്. ധൈര്യമായിട്ടിരിക്കുക. ഒന്നും അപകടം അത്യാഹിതം ഉണ്ടാകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഈ ടെലിഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്നും അതുപോലെ ഈ വണ്ടിയിൽ GPS ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞുവെന്നും വരുന്നുണ്ട്. എപ്പോഴായിരുന്നു ഇദ്ദേഹം അർജുൻ പോയത്? കുറച്ച് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. കുറച്ച് ദിവസമായി പോയിട്ട്, ഒരു വീക്കൊക്കെ ആവാനായി. ഓക്കെ. 16 സാധാരണ അർജുൻ്റെ കൃഷ്ണപ്രിയ, സാധാരണ അർജുൻ്റെ സ്വഭാവം എങ്ങനെയാണ്? പോകുമ്പോൾ വലിയ ദീർഘയാത്ര പോകുമ്പോൾ പറഞ്ഞിട്ട് പോകാറുണ്ടോ? പറഞ്ഞിട്ട് ഞാൻ പോവല്ലേ, എപ്പോഴും വിളിക്കലുണ്ട്. അപ്പൊ ഇങ്ങനെ വിളിക്കാതെ അമ്മേനും എന്നെയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന ഒരാളാണ്. ആ, നിങ്ങൾ കോഴിക്കോട് എവിടെയാ താമസിക്കുന്നത്? കോഴിക്കോട് കണ്ണാടിക്കല്. കണ്ണാടിക്കൽ താമസിക്കുന്നു അല്ലേ? സാധാരണ ഒരു യാത്രയൊക്കെ പോയി അർജുൻ എത്ര ദിവസം കഴിഞ്ഞാ വരിക? ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഒരു 7 ദിവസം അതിൻ്റെ ഉള്ളിൽ എത്തലുണ്ട്. ഈ വിവരം, ഈ അപകടത്തിന്റെ വിവരം എപ്പോഴാ അറിഞ്ഞത്, കൃഷ്ണപ്രിയ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞത് ഞാൻ 16-ാം തീയതി രാവിലെ വിളിച്ചപ്പോൾ ഫോണ് റിങ് ചെയ്തിരുന്നു. പിന്നെ ഒരു 9 മണിക്ക് ശേഷമാണ് ഫോൺ ഓഫ് ആയി തുടങ്ങിയത്. ആഹാ. അല്ല, ഇപ്പോഴാ ഫോൺ റിങ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ ഫോണിലേക്ക് വിളിച്ചു നോക്കിയോ? ഇപ്പൊ ഒരു കസിൻ ബ്രദർ വിളിച്ചപ്പോ ഫോൺ റിങ് ചെയ്തിരുന്നു. ഇപ്പൊ ഇന്നലെയും വിളിച്ചിരുന്നു, ഇന്നും വിളിച്ചപ്പോ റിങ് ചെയ്തു. പിന്നെ അത് ഓഫായി പോയി. അപ്പൊ ട്രൈ ചെയ്യുന്നുണ്ടാവും, അതിന്റെ ഉള്ളില് ഉണ്ടാവും, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കൃഷ്ണപ്രിയ, ഒരു കാര്യം ചെയ്യൂ. ഇപ്പോൾ ഈ നമ്പർ തന്നെയാണല്ലോ താങ്കൾക്ക് വിളിക്കേണ്ടത്. ഈ നമ്പർ കട്ട് ചെയ്തിട്ട്, 24-ലേക്കുള്ള നമ്പർ കട്ട് ചെയ്തിട്ട് ഈ അർജുനെ വിളിക്കൂ. ഞാൻ താങ്കളുടെ സഹോദരൻ ടെലിഫോൺ ലൈനിൽ, അതോട് സംസാരിക്കാൻ കൃഷ്ണപ്രിയ വീണ്ടും ഒന്ന് ടെലിഫോൺ ലൈനിൽ വരണം, വിളിച്ചിട്ട് എന്തായി എന്ന് അറിയാൻ വേണ്ടി. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ധൈര്യമായിരിക്കുമോ കൃഷ്ണപ്രിയ? ഓക്കെ. ജിതിൻ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. ജിതിന്റെ സഹോദരിയാണോ കൃഷ്ണപ്രിയ? അല്ല, എന്റെ ഭാര്യയുടെ അനിയനാണ്. ഭാര്യയുടെ അനിയനാണ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായമുണ്ട് അർജുന്? അവന് 30 വയസ്സ് പ്രായമുണ്ടാവും. ഓക്കെ. നിങ്ങളോടൊക്കെ അർജുൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാറുണ്ടോ? ഒരു സംസ്ഥാനം വിട്ടൊക്കെ പോകുന്ന സമയത്ത് ഇന്ന സ്ഥലത്തുണ്ട്, അപ്ഡേഷൻ ഉള്ള ആളാണ്. ഫുൾ അപ്ഡേഷൻ ആണ്. ഭാര്യയായിട്ടും അമ്മയായിട്ടും എപ്പോഴും കറക്റ്റ് ഒരു ടൈമിംഗ് ഉണ്ട്. അവൻ ഫോൺ വിളിക്കുന്ന രാവിലെ ഇന്ന സമയത്ത്. കാരണം ഈ സംഭവം നടക്കുന്നത് ഇവിടെ പറയുന്നത് 8:45, 9 മണി ആ സമയമൊക്കെ ആകുമ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ നടക്കുന്നത്. അവന് ആ സമയം 9:30 ആകുമ്പോൾ അമ്മ വിളിച്ചു, അപ്പം മുതൽ കിട്ടുന്നില്ല. ജിതിൻ, ശരിക്കും എനിക്കൊന്ന് ഈ കൃഷ്ണപ്രിയ പറയുന്നത് കേട്ടിട്ട് സർക്കാരുമായിട്ടൊന്നും ബന്ധപ്പെട്ടതായിട്ട് സൂചനയില്ല. അപ്പോൾ ഇതിനകത്തൊരു ശ്രമം നിങ്ങൾ നടത്തിയോ? ലോക്കൽ MLA യോട് പറഞ്ഞിട്ടോ മറ്റോ നിങ്ങൾ ശ്രമം നടത്തിയോ? നമ്മളിപ്പം നാട്ടില് MP രാഘവൻ സാറായിട്ട് ബന്ധപ്പെട്ടു. ആ രീതിയിലൊരു പ്രഷർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പം പിന്നെ മന്ത്രി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഇതിന് കാര്യം നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചെന്ന് ജിതിനായിരുന്നോ? എന്താണ് ഒരു നമ്പർ താങ്കൾ 24-ന്റെ ഒരു റിപ്പോർട്ടർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു നമ്പറിൽ നിന്ന്, ജിതിനാണോന്ന് അറിയില്ല, എനിക്ക് ഈ വിവരം ഒരു വാട്സപ്പിൽ വന്നൊരു സന്ദേശമായിരുന്നു അത്. അപ്പം ശരിക്കും ഈ നിങ്ങൾക്ക് കർണാടകത്തിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ചില ബന്ധുക്കളുണ്ടെന്ന് നമ്മുടെ റിപ്പോർട്ടർ പറയുന്നുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. അതാരാണ് അവിടെ ഉള്ളത് ഇപ്പോൾ? ഇപ്പം ഞങ്ങൾ ഈ സ്ഥലത്തുള്ളത് ഞാനുണ്ട്, പിന്നെ അർജുന്റെ അനിയനുണ്ട്, അർജുന്റെ ഒരു കസിൻ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ 3 പേരാണ് ബന്ധുക്കളായിട്ടുള്ളത്. പിന്നെ അർജുന്റെ ഒരു ഫ്രണ്ട്, വേറൊരു ഡ്രൈവർ ഉണ്ട്, പിന്നെ ഈ വണ്ടിയുടെ ഓണർ. ഇപ്പൊ 5 പേര് ഇപ്പൊ ഉണ്ട്. വണ്ടിയുടെ ഓണർ എന്താ പറയുന്നത്? വണ്ടിയുടെ ഓണറും അവരാണ് നമുക്ക് ഈ ലൊക്കേഷൻ കാര്യങ്ങൾ എടുത്തുന്നത്. അവരാണ് ഇപ്പൊ നമ്മളെ സഹായിക്കുന്നത്, അങ്ങോട്ട് പോകാനും വരാനും എല്ലാ കാര്യങ്ങൾക്കും. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്തു. പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് വളരെ അനാസ്ഥയാണ് സംഭവിക്കുന്നത്. കാരണം അവര് റോഡ് ക്ലിയർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഇവര് വർക്ക് ചെയ്യുന്നത്. ഇപ്പുറത്ത് ഈ വണ്ടി കുടുങ്ങി കിടക്കുന്നതിന് ഒരുപാട് തവണ പറഞ്ഞിട്ട് അവർ ഇതുവരെ മണ്ണ് മാന്താനോ ഒന്നും തയ്യാറായിട്ടില്ല. അല്ല, ഇപ്പം തന്നെ കുറച്ചധികം ലേറ്റായി. നമ്മൾ കുറച്ചുകൂടി അതിശക്തമായിട്ട് സമ്മർദ്ദം ചെലുത്തണമെങ്കിൽ സർക്കാർ വഴി സമ്മർദ്ദം ചെലുത്തുകയല്ലാതെ മാർഗമില്ല. അതുപോലെ കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയൊക്കെ കേരളവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ എന്തെങ്കിലും ശ്രമം നടത്തിയോ നിങ്ങൾ? ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സാറേ, രാഘവൻ സാറായിട്ട് അവർ ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്.
അതായത് കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കേരളത്തിൽ എപ്പോഴും വന്നു പോകുന്ന ആളും ഒക്കെ തന്നെയാണ്. അദ്ദേഹത്തെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. കോഴിക്കോട് എം പിയുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ബന്ധപ്പെടാൻ ശ്രമിക്കണം. ഇതിന് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ വിളിക്കും. ഞാൻ കൃഷ്ണപ്രിയയിലേക്കൊന്ന് പോകാൻ ശ്രമിക്കുകയാണ്. കൃഷ്ണപ്രിയ ഫോൺ ഡയൽ ചെയ്ത് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അർജുൻ്റെ ഭാര്യയാണ് കൃഷ്ണപ്രിയ. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് കർണാടകത്തിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ ഒരു മലയാളിയായ അർജുൻ കാണാതായി എന്ന് പറയുന്നത്. ഇപ്പോൾ കൃഷ്ണപ്രിയ ടെലിഫോൺ ലൈനിൽ വീണ്ടും ചേരുകയാണ്. കൃഷ്ണപ്രിയ, താങ്കൾ ടെലിഫോൺ ഡയൽ ചെയ്തിട്ട് മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ടോ ആരെങ്കിലും? ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. ഞാൻ ഡയൽ ചെയ്തിരുന്നു. അപ്പം നേരത്തെ ഇത് മൊബൈൽ അടിച്ചു എന്ന് പറഞ്ഞത് ആരായിരുന്നു? എന്റെ കസിൻ ബ്രദർ വിളിച്ചപ്പോ മൊബൈൽ റിങ് ചെയ്തു. ഫുൾ റിങ് അടിച്ചു, പിന്നെ സ്വിച്ച് ഓഫ് ആയി പോയി. ഇപ്പോഴല്ല, ഇന്ന് രാവിലെ അല്ലാതെ കൃഷ്ണപ്രിയ നേരത്തെ ഏത് സമയത്താണ് വിളിച്ചു നോക്കിയത്? ഇന്നലെ ഒരു 11 മണിയാകുമ്പോൾ നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ റിങ് ചെയ്തു, പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ഓക്കെ. കൃഷ്ണപ്രിയ എങ്ങനെയാ സാധാരണ നിരന്തരം ഇത് ഈ അർജുൻ പുറത്തു പോയി കഴിഞ്ഞാലും സംസ്ഥാനം വിട്ടു പോയാലും നിരന്തരം ബന്ധപ്പെടുന്ന ആളാണോ, അതോ അദ്ദേഹം ഡെയിലി വിളിക്കും? കുറെ വട്ടം വിളിക്കുന്ന ഒരാളാണ്. കുറെ ആയി, ഇതിപ്പോ എക്സ്പീരിയൻസ് കുറെ ആയി, ഇങ്ങനെ കുറെ പോകുന്ന ആളാണ്. കൃഷ്ണപ്രിയ, ഇപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ഞാൻ 1-2 കാര്യം ചോദിച്ചിട്ട് കൃഷ്ണപ്രിയയ്ക്ക് ഈ പരാതി കെ ബി ഗണേഷ് കുമാറിനോട് പറയാം. അതിനുള്ളൊരു സൗകര്യം താങ്കൾക്ക് മന്ത്രിയുടെ അനുവാദത്തോടെ ഞാൻ ചെയ്തു തരികയാണ്. കെ ബി ഗണേഷ് കുമാർ, നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അതായത് ഇപ്പോൾ ഈ നമ്മുടെ ഈ കർണാടകത്തിൽ നടന്ന ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയാം, വാർത്താ മാധ്യമങ്ങളുടെ മാത്രമാണ് താങ്കൾക്ക് ഇവരെ ലഭിച്ചത്. അങ്ങനെ അതെ, നമ്മൾ മീഡിയയിലൂടെയാണ് അറിഞ്ഞത്. അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ ബന്ധപ്പെട്ടു, ഉദ്യോഗസ്ഥന്മാരോട് ബന്ധപ്പെടാൻ പറഞ്ഞു. അത് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു. ഇപ്പം നമ്മൾ കാസർഗോഡ് കളക്ടറെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിനിധി അയക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ കൂടി ഈ ലോറിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. 3 ദിവസങ്ങളായി ഇതിനെക്കുറിച്ച് ആരും അന്വേഷിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ കർണാടകത്തിലെ പല വാർത്താ ചാനലുകളും ഈ വാർത്ത പുറത്തു വിട്ടിരിക്കുന്നു. ഈ മണ്ണിടിച്ചിൽ 3 പേര് മരിച്ചു, അതിൽ മറ്റൊരു ഒരാളെ കാണാതായിട്ടുണ്ട്. അത് കോഴിക്കോട് സ്വദേശി കണ്ണാടിക്കൽ അർജുനാണ് എന്ന രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ, ഇപ്പോൾ ശരിക്കും ഈ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ടെലിഫോൺ ലൈനിലുണ്ട്. താങ്കളോട് എന്തോ അവർക്ക് പറയാനുണ്ട്. അത് താങ്കളൊന്ന് കേൾക്കുമോ അവർ പറയുന്നത്? പറയൂ കൃഷ്ണപ്രിയ, മന്ത്രി ലൈനിലുണ്ട്, പറഞ്ഞോളൂ. ഹലോ സർ. പറഞ്ഞോളൂ. എനിക്ക് സാർ എത്രയും പെട്ടെന്ന് ഇടപെട്ടിട്ട് ഒരു അവിടെ ഞങ്ങളെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവര് ആ സ്ഥലത്തേക്ക് മണ്ണ് മാറ്റാൻ അവരാരും തയ്യാറാവുന്നില്ല. കുറെ അവർ പറഞ്ഞു നോക്കി, പക്ഷെ ആരും തയ്യാറാവുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് ആൾ അതിന്റെ ഉള്ളിലുണ്ട് എന്ന്. അങ്ങനെ ഫോൺ റിങ് ചെയ്ത്, ഇപ്പോഴും കൂടി ഫോൺ റിങ് ചെയ്ത്. അപ്പൊ ആള് ശ്രമിക്കുന്നുണ്ട് ഞങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ ബന്ധപ്പെടാനുള്ള നമ്പർ എസ് സാറിന് കൊടുക്കൂ. ഞാൻ നിങ്ങളുടെ ബന്ധുക്കളുടെ നമ്പർ കൊടുക്കൂ. ഞാൻ ഉദ്യോഗസ്ഥർ നിങ്ങളെ ബന്ധപ്പെടും. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരോടും RTOയോടും അങ്ങോട്ട് പോകാൻ പറയുന്നുണ്ട്. അവരങ്ങോട്ട് പോകും. കാസർഗോഡ് RTO, കണ്ണൂർ RTO രണ്ടുപേരോടും അങ്ങോട്ട് ഞാൻ പോകാൻ പറയാം. അവർ പോയിട്ട് അവര് തയ്യാറായില്ലെങ്കിൽ നമ്മളൊരു JCB എല്ലാം അറേഞ്ച് ചെയ്ത് പരിശോധിക്കും. കേട്ടോ, സമാധാനമായിട്ടിരിക്കും. എത്രയും പെട്ടെന്ന് ഏർപ്പാടാണ്. അവരെ പോകാൻ പറഞ്ഞ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അവർ പോകും. പോയിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തന്നെ അവരോട് ആവശ്യപ്പെടാം. ഒഫീഷ്യലി അവരെ ആവശ്യപ്പെടട്ടെ. കളക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റേഞ്ച് വരുന്നത് കൊണ്ടായിരിക്കും ഫോൺ റിങ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ അപകടം നടന്ന സ്ഥലവും നമ്മുടെ അതിർത്തിയായിട്ട് എത്ര ദൂരം വ്യത്യാസമുണ്ട്? അത് കറക്റ്റ് എനിക്ക് അറിയാം. അറിയില്ല. എനിക്ക് ആ സ്ഥലം കറക്റ്റ് ആയിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പേരറിയില്ല. കെ ബി ഗണേഷ് കുമാർ, എന്തായാലും താങ്കളൊരു കാര്യം ചെയ്യൂ. താങ്കളുടെ കൃഷ്ണപ്രിയ എനിക്ക് ആ നമ്പർ അയച്ചു തരിക. ഞാനത് കെ ബി ഗണേഷ് കുമാറിന് കൈമാറാം. കെ ബി ഗണേഷ് കുമാർ, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, താങ്കൾ വളരെ വേഗം നമ്മൾ തമ്മിലുള്ള ഈ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് താങ്കൾ വളരെ വേഗം ഈ കാര്യത്തിൽ നിന്ന് ഇടപെടണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററോട് സംസാരിച്ച കൂടാതെ ഞാൻ നമ്മുടെ കാസർഗോഡ് RTOയോടും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരോട് അങ്ങോട്ട് പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇവർ അറിഞ്ഞ ഉടനെ തന്നെ കെ ബി ഗണേഷ് കുമാർ ഇതിൽ ഇടപെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്നും അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെടുമെന്ന് കൃഷ്ണപ്രിയയ്ക്ക് വിശ്വസിക്കാം. കൃഷ്ണപ്രിയ സമാധാനമായിട്ടിരിക്കുക. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. താങ്ക് യു കെ ബി ഗണേഷ് കുമാർ. ഇപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. അതുമാത്രമല്ല, കർണാടകത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി അദ്ദേഹം സംസാരിച്ചു. കടുത്ത വളരെ മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിയന്തിരമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണപ്രിയ, മറ്റെന്താണ് കൃഷ്ണപ്രിയ ഒരു കാര്യം
കാര്യം ചെയ്യും, താങ്കളുടെ മൊബൈലിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ ആരുടെ നമ്പറാണ് താങ്കളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ആ നമ്പറിലേക്ക് താങ്കൾ അർജുൻ്റെ നമ്പർ അയച്ചു തരിക. ആ നമ്പർ ഞങ്ങൾ ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ തന്നെ കൈമാറാം. ഓക്കെ സാർ. കൃഷ്ണപ്രിയ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ അക്കാം. കൃഷ്ണപ്രിയയുടെ വീട്ടിൽ ആരൊക്കെയാണ് വേറെ ഉള്ളത്? ഇവിടെ അമ്മയും അച്ഛനും സിസ്റ്റേഴ്സും, എനിക്ക് ഒരു മോനുണ്ട് 2 വയസ്സ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി? ഒരു 3 കൊല്ലമായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇപ്പം നാട്ടിലുള്ള അവരൊക്കെ ആൾക്കാരൊക്കെ അറിഞ്ഞു, ബന്ധുക്കളൊക്കെ വീട്ടിലോട്ട് വന്നോ ഇപ്പോൾ? ഇല്ല, വന്നില്ല. അവർ അവിടെ തന്നെയാണുള്ളത്. അവിടെയാ ഉള്ളതല്ലേ? ഓക്കെ കൃഷ്ണപ്രിയ, സമാധാനമായിട്ടിരിക്കുക. മൊബൈൽ നമ്പർ അയച്ചു തരൂ. ബന്ധുക്കൾ കെ വി എല്ലാവരും ഗണേഷ് ഇവിടെ കുമാർ ഉണ്ട്. ഇക്കാര്യത്തിൽ ചെയ്യാൻ എല്ലാവരും പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. സംസ്ഥാന സർക്കാരും ചെയ്തു തരും. തീർച്ചയായിട്ടും നമ്പർ ഞങ്ങൾ മന്ത്രിക്ക് കൈമാറുകയും ചെയ്യാം. മാത്രമല്ല ഞാനത് മന്ത്രിയോട് വിടാതെ പിന്തുടർന്ന് സംസാരിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും കെ വി ഗണേഷ് കുമാറിൻ്റെ ഇടപെടൽ ഉണ്ടാകും. ഓക്കെ ഓക്കെ, താങ്ക് യു. കൃഷ്ണപ്രിയ, അർജുൻ കാണാതായി എന്ന് വിശ്വസിക്കുന്ന അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയാണ് കണ്ണാടിക്കൽ നിന്ന്, കോഴിക്കോട് കണ്ണാടിക്കൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അങ്കോളയിൽ മണ്ണിടിച്ചിലുണ്ടായ, കർണാടകത്തിലെ അങ്കോളയിലാണ്, ഷിരൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ അതിനുശേഷം ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നീട് ഈ ഭാര്യയുടെ ഒരു ബന്ധു വിളിച്ചപ്പോൾ വീണ്ടും മൊബൈൽ റിങ് ചെയ്യുകയുണ്ടായി. അപ്പം യഥാർത്ഥത്തിൽ ഈ മണ്ണിനടിയിൽ GPS ലൊക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ മണ്ണിനടിയിൽ ലോറിയുമായി അർജുൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അർജുൻ്റെ മൊബൈൽ ഇടയ്ക്ക് ശബ്ദിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം അർജുൻ എപ്പോഴും ഈ മൊബൈൽ ചാർജ് ചെയ്തിട്ടുണ്ടാകും, അതല്ലെങ്കിൽ അത് മൊബൈൽ അടിക്കാനുള്ള സാധ്യതയില്ലല്ലോ. എന്തായാലും അർജുനെ ജീവനോട് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കൃഷ്ണപ്രിയയുടെ മൊബൈൽ നമ്പറൊക്കെ മന്ത്രിക്ക് ഞങ്ങൾ കൈമാറും. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, ഈ കണ്ണാടിക്കലിലെ അർജുനെ കാണാതായിട്ട് 3 ദിവസങ്ങൾ കഴിഞ്ഞു. ലോറിയോടൊപ്പം മണ്ണിനടിയിൽ പെട്ടുപോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർണാടകത്തിലെ വാർത്താ ചാനലുകളിലൊക്കെ തന്നെ ഈ വാർത്ത നിരന്തരം വന്നിട്ടും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ള കാര്യം നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുന്നു. എന്താണ് വിവരങ്ങൾ? SK 3 ദിവസം മുമ്പ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ അവിടുത്തെ ജില്ലാ ഭരണകൂടം ഇത് അറിയിച്ചിരുന്നത് 2 വാഹനങ്ങൾ ഈ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടിരിക്കുന്നു. ആ മണ്ണിടിച്ചിലിൽ 7 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നതാണ് ആദ്യ ഘട്ടത്തിൽ പുറത്തു വന്ന റിപ്പോർട്ട്. അതിനുശേഷം ഇവർ ഈ രക്ഷാപ്രവർത്തകർ ചെയ്തത് ഈ ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണുകൾ നീക്കം ചെയ്ത് അവിടുത്തെ തെരച്ചിൽ അവർ ആ ഘട്ടത്തിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടാൽ അതിൻ്റെ മറ്റൊരു വശത്ത് വലിയ മൺകൂന ഉണ്ട്. അത് പക്ഷേ റോഡിലേക്ക് പൂർണ്ണമായും വീണിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഭാഗത്തേക്ക് തെരച്ചിൽ നടത്താൻ തയ്യാറായില്ല എന്ന ആക്ഷേപം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ പിറ്റേ ദിവസം, 2ാമത്തെ ദിവസം ഈ മണ്ണിടിച്ചിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു യുവാവ് ഇതിൽ ചില വിവരങ്ങൾ കൈമാറുന്നു. അതായത് ഈ മണ്ണിടിച്ചിൽ നടക്കുന്ന സമയത്ത് 2 വാഹനങ്ങളല്ല കൂടുതൽ വാഹനങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നുവെന്ന് ഒരു യുവാവ് ഇത്തരം ഒരു വിവരം കൈമാറുന്നു. ഇതേ തുടർന്ന് വീണ്ടും അവർ തെരച്ചിൽ പുനരാരംഭിക്കുന്നു. എന്നാൽ തെരച്ചിൽ നടത്തിയത് അതിന് നേരെ മറുവശത്തുള്ള ഗംഗാവതി പുഴയാണ്. അതായത് ഈ പാതയുടെ നേരെ മറുവശത്ത് ഒരു പുഴയാണ്. ആ പുഴയിലാണ് തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിലിനൊടുവിൽ 4 മൃതദേഹം കൂടി കണ്ടെത്തി. 2 ബൈക്കുകളും പിന്നീട് നടത്തിയ തെരച്ചിലിന് ഒടുവിൽ ഈ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് വീണ്ടും അവർ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇന്നലെ വീണ്ടും ഈ പുഴയിൽ വെച്ച് ഈ പുഴയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ 12 പേരുടെ മൃതദേഹം ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ അവരുടെ ബന്ധുക്കൾ, അതായത് അർജുന്റെ ബന്ധുക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇവർ തെരച്ചിൽ നടത്തുന്നത് ഈ ആദ്യഘട്ടത്തിൽ മണ്ണ് ഈ ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണു. ആ മണ്ണ് നീക്കം ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ, അവിടെ നിന്ന് ലഭിച്ച മൃതദേഹങ്ങളാണ് ആദ്യം അതിന് സംബന്ധിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. എന്നാൽ ഇതിന് മറുവശത്ത് അതിന് തൊട്ട് സമീപത്തുള്ള, അതായത് പാതയിലേക്ക് വീഴാത്ത മണ്ണ് വലിയൊരു കൂനയായി നിൽക്കുന്നുണ്ട്. അതൊരു വലിയ പ്രദേശം തന്നെയാണ്. വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. മണ്ണ് മാത്രമല്ല, ഒരു കുന്ന് തന്നെ ഇടിഞ്ഞ് പാതയിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ആ ഭാഗത്ത് അവർ കാര്യമായിട്ടുള്ള തെരച്ചിൽ നടത്തിയില്ല എന്നതാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. അതെന്തായാലും അത് ശരിയാണ്. അവരുടെ ആക്ഷേപം ശരിയാണ് എന്നുള്ളതാണ് നമുക്കും ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എത്ര പേർ ഇതിൽ കാണാതായിട്ടുണ്ടെന്നോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന വിവരം ഇവിടെ ഈ രക്ഷാപ്രവർത്തകർക്കോ അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഭരണകൂടത്തിനോ ഇല്ല എന്നതാണ്. അതിൽ ഒരു
വ്യക്തതയും അവർക്കില്ല. ഇപ്പോൾ നിലവിൽ ഈ അർജുനെ കാണാതായ വിവരം തന്നെ ഈ ലോറിയുടെ ഉടമ ഈ GPS പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ ഒരു കൃത്യമായി GPS ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചതിനെ തുടർന്നാണ് ഈ ബന്ധുക്കളെ അറിയിക്കുകയും ബന്ധുക്കളാണ് ഈ രക്ഷാപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട കർണാടകയിലെ ഈ രക്ഷാപ്രവർത്തകരെ ഇങ്ങനെ ഇവരുടെ ഒരു അർജുനെ കാണാതായിട്ടുണ്ടെന്ന് വിവരം രക്ഷാപ്രവർത്തകരെ അറിയിക്കുന്നത്. പിന്നീടാണ് കോഴിക്കോട് MP ഉൾപ്പെടെ ഇവർ പോയി നേരിട്ട് കണ്ട് അങ്ങനെയാണ് ഇത് വീണ്ടും ഈ അർജുനെ കാണാതായിട്ടുണ്ടെന്ന് വിവരം ഈ രക്ഷാപ്രവർത്തകർ പോലും അറിയുന്നത്. അതിനുശേഷമാണ് വീണ്ടും ഈ അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. അവിടെ മണ്ണ് നീക്കം ചെയ്ത് തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ ഉത്തര കന്നഡ ജില്ലയിൽ കനത്ത മഴ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്യുന്നുണ്ട്. ഇതിന് തൊട്ട് മറുവശത്ത് ഒരു പുഴയാണ്. ആ പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. അത്തരത്തിൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അവർ ഇപ്പോൾ നിലവിൽ ഈ വിവരം ലഭിച്ചതിന് ശേഷം തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നതാണ്. കൂടുതൽ പേർ അർജുൻ മാത്രമല്ല കൂടുതൽ പേർ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യത പോലുമുണ്ട്. എന്നാൽ ഈ തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിലും ആദ്യഘട്ടത്തിൽ ഒരു അനാസ്ഥയുണ്ട്. അതാണ് ഇത്ര വലിയൊരു ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ലഭിക്കുന്ന വിവരം. SK. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. കക്കോടിക്കിലെ അർജുനെ കർണാടകത്തിലെ അങ്കോളയിൽ കാണാതായി എന്ന വാർത്തയാണ് വരുന്നത്. ലോറിയുമായി പോയ അർജുൻ മണ്ണിടിച്ചിൽപ്പെട്ട് പോവുകയായിരുന്നു. മാത്രമല്ല അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയുടെ നമ്പറും അതുപോലെ അർജുൻ്റെ നമ്പരും ഇപ്പോൾ നമ്മൾ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തുടർ നടപടികൾ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത് പോലെ നമ്മൾ ഈ മൊബൈൽ നമ്പറുകൾ കൈമാറിയിരിക്കുന്നത്. മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പതിഞ്ഞു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം.